കാലാവസ്ഥാ വ്യതിയാനത്തിൽപ്പെട്ട ആകാശച്ചുഴിയിൽ കുടുങ്ങിയ ഇൻഡിഗോ വിമാനത്തിനെ വ്യോമപാത പാകിസ്ഥാൻ നിഷേധിച്ച സംഭവത്തിൽ അപകടം ഒഴിവാക്കിയതിനെ വ്യോമസേനയുടെ ഇടപെടൽ. മോശം കാലാവസ്ഥയെ മറികടക്കാൻ പൈലറ്റ് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച് വിമാനത്തിന് ഗതിമാറ്റം നടത്താൻ അനുമതി തേടിയിരുന്നു. എന്നാൽ ലാഹോർ എയർ ട്രാഫിക് കൺട്രോൾ ആ അഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു. ബുധനാഴ്ച രാത്രി വടക്കേ ഇന്ത്യയിലുണ്ടായ മോശം കാലാവസ്ഥയെ തുടർന്ന് ഇൻഡിഗോ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടതായി റിപ്പോർട്ട്. കനത്ത ആലിപ്പഴ വീഴ്ചയും വിമാനത്തിന്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമായിരുന്നു. ഈ ഘട്ടത്തിൽ വിമാനത്തിന് ഇന്ത്യൻ വ്യോമസേന തുണയാവുകയായിരുന്നു. വിമാനത്തിന്റെ പൈലറ്റ് ഇന്ത്യൻ വ്യോമസേനയുടെ നോർത്തേൺ കമാൻഡുമായി അടിയന്തരമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് വേണ്ട മുന്നറിയിപ്പുകൾ ഇവർ നൽകിയിരുന്നു. പാകിസ്ഥാൻ അനുമതി നിഷേധിച്ചതോടെ വിമാനം ശ്രീനഗറിലേക്കുള്ള ഗതി മാറ്റി. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ വിമാനത്തെ നയിക്കുന്നതിനും സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പാക്കുന്നതിനും കൺട്രോൾ വെക്ടറുകളും ഗ്രൗണ്ട് സ്പീഡ് അപ്ഡേറ്റുകളും ഉൾപ്പെടെയുള്ള തത്സമയ സഹായം ഇന്ത്യൻ വ്യോമസേന നൽകി. ശ്രീനഗറിനടുത്തേക്ക് അടുക്കുമ്പോൾ ആലിപ്പഴ വീഴ്ച ശക്തമായതിനെ തുടർന്ന് വിമാനത്തിൽ മിഡ് എയർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ കൂടി സഹായത്തോടെ വൈകുന്നേരം 6:30 വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. ആകാശത്തുണ്ടായ കനത്ത പ്രക്ഷുബ്ധതയിൽ വിമാനത്തിന്റെ റാഡോമിന് കാഴ്ചയിൽ വ്യക്തമാകുന്ന കേടുപാടുകൾ സംഭവിച്ചിരുന്നു. വിമാനം ലാൻഡ് ചെയ്തയുടൻ എല്ലാ യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി ഒഴിപ്പിക്കുകയായിരുന്നു. ഡെറക് ഒബ്രിയൻ, നദിമുൽ ഹഖ്, സാഗരിക ഘോഷ്, മനസ് ബൂനിയ, മമത താക്കൂർ എന്നിവരടക്കം 5 തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ വിമാനത്തിലുണ്ടായിരുന്നു. പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശം പ്രകാരമായിരുന്നു വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുവാനുള്ള അനുമതി നിഷേധിച്ചതെന്ന് ഇന്ത്യൻ വ്യോമസേനാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത സിവിലിയൻ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. മെയ് 23 അർദ്ധരാത്രി വരെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വ്യോമാതിർത്തി നിരോധനം ജൂൺ 24 വരെ നീട്ടിയതായി പാകിസ്ഥാൻ വെള്ളിയാഴ്ച അറിയിച്ചിട്ടുണ്ട്.